ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പെയർസ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ വൺ വേരിയബിൾ വരുന്ന അല്ലേ, വൺ ആൽഫബറ്റ് വെച്ചിട്ട് വരുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ടു വേരിയബിൾ വരുന്ന ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അല്ലേ. പ്രിയ ബൗട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? മലയാളം മീഡിയയിലേക്ക് ഞാൻ പറയാം, മലയാളം പറയാം. അതായത് പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പേഴ്സ് അല്ലേ, ചെരുപ്പും വാങ്ങുകയാണ്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1100 rupees. ഓക്കെ, അതായത് ബാഗ് അതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ് എന്നും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പേരാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാളുടെയും അറിയില്ല, ബാഗിൻ്റെ പ്രൈസും അറിയില്ല, സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസും അറിയില്ല. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് വേണം. ഓക്കെ, 2 ആൽഫബറ്റ്സ് വേണം, എക്സും വൈ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സ്ലിപ്പേഴ്സ് ആൻഡ് ബാഗ് അല്ലേ, സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിന് ഞാൻ എക്സ് കൊടുക്കുകയാണ്. അതുപോലെ ബാഗിൻ്റെ പ്രൈസിന് വൈ ആയിട്ടും എടുക്കുകയാണ്. അപ്പോൾ 2 ആൽഫബറ്റ് വരുന്നുണ്ട്, പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റും തരുന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് അവിടെ കിട്ടും, രണ്ട് സമവാക്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാഗിൻ്റെ പ്രൈസും സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസും കൂടെ 1100 വരും എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ബാഗ് ഇപ്പോൾ സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിന് എക്സും ബാഗിൻ്റെ പ്രൈസിന് വൈയും ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പേഴ്സും ബാഗിൻ്റെയും കൂടെ പ്രൈസിന് 1100 ആകും അല്ലേ. ഓക്കെ, ഇനി ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. അതായത് ബാഗിൻ്റെ കോസ്റ്റ് എത്രയാ? വൈ ആണ് അല്ലേ നമ്മളെടുത്ത്, ഈക്വൽ ടു അത് എക്സ് സ്ലിപ്പേഴ്സിൻ്റെ കോസ്റ്റിനേക്കാളും 300 കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് പ്ലസ് 300. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അതായത് ഇവിടെ y ഈക്വൽ ടു എക്സ് പ്ലസ് 300 ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും അല്ലേ. പക്ഷെ അതിൽ എക്സ് വേരിയബിൾ ഉണ്ട്, ഓക്കെ, പക്ഷേ എക്സ് പ്ലസ് 300 ആണ് വൈ എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു വൈൻ്റെ ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, അതായത് വൈൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ, ഈ ഒരു എക്സ് അവിടെ ഉണ്ട്. ഓക്കെ, എക്സ് അവിടെ ഉണ്ട്, എക്സ് പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കാം, എക്സ് പ്ലസ് 300 കൊടുത്തു, ഈക്വൽ ടു 1100 അവിടെ ഉണ്ട്. ഓക്കെ, നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ വൈ പോയിട്ടുണ്ട് അല്ലേ, ഫുൾ എക്സിൻ്റെ വാല്യൂസാണ്, എക്സ് വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്. എക്സ് ടേംസ് മാത്രമേ ഉള്ളൂ, വൺ വേരിയബിൾ ഇക്വേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് പ്ലസ് എക്സ് അല്ലേ, 2x പ്ലസ് 300 ഈക്വൽ ടു 1100 ഉണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എക്സ് ടേമിനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലേ. 1100 മൈനസ് 300 പ്ലസ് 300 ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ മൈനസ് 300 ആയി. നമുക്ക് എന്ത് കിട്ടി? 800 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2x ആണ് 800 അല്ലേ. അപ്പോൾ എക്സ് എന്തായിരിക്കും? 2x 800 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2നെയും കൂടെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. പക്ഷെ 2 അവിടെ ഇൻറ്റു ചെയ്യുകയാണ്, അത് ഇപ്പുറത്ത് എത്തുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 800 ഓൾറെഡി ഇവിടെ ഉണ്ട്, 800 ബൈ 2 അല്ലേ, ഈക്വൽ ടു 400. കണ്ടോ, എക്സിൻ്റെ വാല്യൂ 400 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ.
എക്സിൻ്റെ വാല്യൂ 400 ആണെന്ന് കിട്ടി. സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഓൾറെഡി നമുക്കറിയാം എക്സ് പ്ലസ് 300 ആണ് അല്ലേ. എക്സ് 400 ആണെന്ന് കിട്ടി. അപ്പോൾ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 300 അല്ലേ. അതായത് 400 പ്ലസ് 300 ഈക്വൽ ടു 700. കണ്ടോ? സിമ്പിളായിട്ട് എക്സും വൈയും നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 അല്ലേ. അതായത് 2 നമ്പേഴ്സ് വേണം, എക്സും വൈയും. അതിൻ്റെ സമ്മ് 26 എന്ന് തന്നു. ദെയർ ഡിഫറൻസ് ഈസ് 4 അല്ലേ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഡിഫറൻസ് എന്താണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടണം അല്ലേ. അപ്പോൾ വൈനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഏതെന്നും എടുക്കാം കേട്ടോ. നമുക്ക് ഏതെന്നും എടുക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടണം അല്ലേ. ഓക്കെയാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ മൈനസ് വൈ ഉണ്ട്. അതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, എക്സ് ഈ 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എക്സ് മൈനസ് 4 ഈക്വൽ ടു വൈ. വൈ അപ്പുറത്തേക്ക് പോയി പ്ലസ് ആയി. ഈ 4 ഇങ്ങോട്ടേക്ക് വന്നു മൈനസ് ആയി. അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടി അല്ലേ. ഈ വൈൻ്റെ വാല്യൂ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. വൈൻ്റെ വാല്യൂ എക്സ് മൈനസ് 4 ആണ്. അതിവിടെ കൊടുത്താൽ എക്സ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ എക്സ് മൈനസ് 4 അല്ലേ. എക്സ് മൈനസ് 4 ഈക്വൽ ടു 26 കണ്ടോ. 2x ഉണ്ട്. മൈനസ് 4 ഈക്വൽ ടു 26. 2x ഈക്വൽ ടു 26 മൈനസ് 4 ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ പ്ലസ് 4 അല്ലേ. 26 പ്ലസ് 4 30. ഓക്കെ. വീണ്ടും നമ്മുടെ എക്സിനെ കാണണമെങ്കിൽ 2 കൂടെ അപ്പുറത്തേക്ക് പോകണം അല്ലേ. അപ്പോൾ 30/2 ഇൻറ്റു ഡിവിഷനായി. അപ്പോൾ 30/2 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 15 ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി വൈൻ്റെ വാല്യൂ കാണണമല്ലോ. വൈ എന്തായിരുന്നു? എക്സ് മൈനസ് വൈ അല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് മൈനസ് 4 ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓൾറെഡി 15 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 മൈനസ് 4 ഈക്വൽ ടു 11 കണ്ടോ. സിമ്പിളായിട്ട് കിട്ടി അല്ലേ.